സമയം 4:30. ഈ 4:30ക്ക് ഞങ്ങളിതേ ഇവിടുത്തെ അവസാനത്തെ ട്രിപ്പിലേക്കാണ് ഈ പോകുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര തന്നെയാണ്. അത്യാവശ്യം ലോങ് പോകാനുണ്ട്, അതാണ് ഇത്രയും സാധനം. പിന്നെ ഇത് കൂടെ വെക്കാനുണ്ട്. ഇത് എവിടെ വെക്കുന്നു നോക്കിയിട്ടാണ് ഇവർ ഈ നിൽക്കുന്നത്. നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ, സോ കടലമിഠായി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പോവായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ചൂടിൽ കോഫിയൊക്കെ കുടിച്ച് വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ലേസൊക്കെ മസ്റ്റ് ആണല്ലോ, അപ്പോൾ അതുപോലെ ചിപ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇടയ്ക്ക് എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓരോരോ ഉറക്കവും ഉറങ്ങുന്നുണ്ട്. ഇങ്ങനെ ലോങ് പോകുമ്പോൾ ഇപ്പോഴും എനിക്ക് ടെൻഷൻ ആട്ടോ, വോമിറ്റിംഗ് ഉണ്ടാവുമെന്ന്. പക്ഷേ കുറേ കാലമായിട്ട് ഇപ്പോൾ അത് കാണാനില്ല, ഇനി വരികയും വേണ്ട. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ നിർത്തിയേക്കായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് ചുറ്റിനും ഒന്നും കാണാൻ കഴിയില്ല, ഒരു കട പോലും നമുക്ക് കാണാം, ഫുള്ളും ഇങ്ങനെയായിരിക്കും കാണുക. അപ്പോൾ ഇവിടെ നിർത്തിയപ്പോൾ നല്ല കാറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1000 കിലോമീറ്റർ ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ഉറങ്ങും, കുറേ വർത്താനം പറയും, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ കുറച്ചായിട്ട് കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ പോവാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതെ സലാല പോവാട്ടോ നമ്മൾ. അപ്പോൾ പിള്ളേരൊക്കെ എപ്പോഴും പറയും നമ്മൾ നാട്ടിൽ പോയൊരു ഫീലാണ് അങ്ങനെയൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഇന്നമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാടൊക്കെ പോലെ തന്നെ ഇതായിരുന്നു. പക്ഷേ ഒക്കെ ഉണങ്ങി ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ അവിടെ സീസൺ അല്ലല്ലോ. അപ്പോൾ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പായിട്ട് നല്ല ഭംഗി, നമ്മുടെ വയനാടൊക്കെ പോലെ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ തെങ്ങൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എന്തോ ഒരു കുളിരാണല്ലേ തെങ്ങ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത്ര ദിവസമായിട്ട് ഇങ്ങനെ, അപ്പോൾ കുറേ വർഷമായിട്ട് അവിടെ നിൽക്കുന്നവരവസ്ഥ ഒക്കെ എന്തായിരിക്കുമേ. അപ്പോൾ അങ്ങനെ തെങ്ങും ഇതൊക്കെ കണ്ട് സലാല എത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചിക്കൻ കറി അതോടെ കേടുവന്നേ ചൂടായിട്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, വലിയ ഊണും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മലയാളി റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഈ പോകുന്നത്. ഇതായിരുന്നു കേട്ടോ റൂം. ഇതേ ഒരു ലിവിങ് ഏരിയ കയറി വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ഉണ്ടായിരുന്നു, നല്ല സ്പേസ് ഉണ്ടായിരുന്നേ. പിന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് 2 റൂമാണ് ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ഒരു റൂം വന്നിട്ട്. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരുന്നു. പിന്നെ കോമൺ ആയിട്ട് കിച്ചൻ്റെ അടുത്തൊരു ബാത്റൂം കൂടെ ഉണ്ടായിരുന്നേ. പിന്നെ റൂം വന്നിട്ട് ഇങ്ങനെ ആയിരുന്നേ. അങ്ങനെ നമ്മൾ പിന്നെ ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ച് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ അത്യാവശ്യം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ അവിടെ ഉള്ള ദിവസങ്ങൾ മൊത്തം നമ്മളെല്ലാ സ്ഥലവും കാണിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ട് ഈ അങ്കിൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലുള്ള അങ്കിൾ തന്നെയാണ്, പേര് മനോജ് എന്നായിരുന്നു. അപ്പോൾ വലിയച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്നത് പ്രവാദി അയൂബിൻ്റെ ഒരു ശവകുടീരത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് സലാല തന്നെ ഒരു 27 കിലോമീറ്റർ മാറിയിട്ടൊരു മല മുകളിലാണ് ഇതൊരു പുണ്യസ്ഥലമാണ് കേട്ടോ. അപ്പോൾ കുറേ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകൻ്റെ 4 മീറ്റർ നീളമുള്ള ശവകുടീരവും പിന്നെ പുരാതനമായ പ്രാർത്ഥനാ സ്ഥലവും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കല്ലിൽ പതിഞ്ഞ കാൽപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ് ഉണ്ടായിരുന്നു, അത് നോക്കിയിട്ട് പറഞ്ഞതാണ്. പിന്നെ ആ അങ്കിളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്, കണ്ടില്ലേ. കോടങ്ങനെ ഇറങ്ങിയ പോലെ ഒരു ടൈമിൽ നോക്കുമ്പോൾ ഇത് നല്ല രസമുണ്ട്, പക്ഷെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ എന്തോ ഒരു പേടി പോലെ, എന്തോ ഇങ്ങനെ വരുന്ന പോലെയൊക്കെ തോന്നിയായിരുന്നോ. പിന്നെ നമുക്ക് നല്ല അടിപൊളി സൺസെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ പ്രശസ്തമായിട്ടുള്ള എയിൻ ജാസസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാട്ടോ. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. പോകുമ്പോൾ കണ്ടാൽ കുറച്ച് പച്ചപ്പൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് അവിടെ തന്നെ ഭയങ്കര നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെയല്ല, ഫുള്ള് പച്ച പിടിച്ചിട്ട് ഈ ഒരു ഖരീഫ് സീസൺ അല്ലെങ്കിൽ നമ്മുടെ മഴക്കാല സമയത്തൊക്കെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വാട്ടർഫോൾ ഉണ്ടാവുകയും അതാണ് ആ ചെടികളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കണ്ടില്ലേ. പിന്നെ ഇങ്ങനെ ഈ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കും, നല്ല ഭംഗിയില്ല കാണാൻ. ഇങ്ങനെ വാട്ടർഫോളായിട്ട് ഇങ്ങനെ
വെള്ളം നിൽക്കുന്നത് ഈ ഒരു വലിയ മലേൻ്റെ മുകളിൽ നിന്നൊക്കെ. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഉണങ്ങിയത് കണ്ടിട്ട് പോകണം. വെളിച്ചെണ്ണ ഇന്നമ്മയൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പിള്ളേരും പറയുന്നുണ്ടായിരുന്നേ ഇതെല്ലാം സലാല, ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞ സലാലാണ് അങ്ങനെ. അപ്പോൾ എത്രയ്ക്ക് നമ്മൾ പോയി സാധനം വാങ്ങി വെച്ച് ഒരുക്കിയാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ മറക്കുമല്ലോ. അങ്ങനെ സോപ്പും പൊടിയും ഒന്നും ഞങ്ങൾ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയതാണ്. പക്ഷേ ബാസ്ക്കറ്റ് ഫുള്ളായിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെ പോയാലും വലിയ വലിയ മീനുകളാട്ടോ, ചെറിയ മീനൊന്നും കണ്ടിട്ടേ ഇല്ല. പിന്നെ നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് തോട്ടത്തിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് നമ്മുടെ നാടല്ലേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.